കടുത്ത ചൂടിൽ വെന്തുരുകുകയാണ് ഉത്തരേന്ത്യ. 24 മണിക്കൂറിനുള്ളിൽ ദില്ലിയിലും നോയിഡയിലും 15 പേർ മരിച്ചു. 50-ലധികം പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. അതേസമയം ജലക്ഷാമത്തിന് പരിഹാരം കാണാൻ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട ജലവകുപ്പ് മന്ത്രി അതിഷി മർലേന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. അസിത, ഉത്തരേന്ത്യയിലാകമാനം കനത്ത ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ദില്ലി നഗരത്തിലൊക്കെ 52% മുകളിലായിരുന്നു ഈ ഉഷ്ണ താപനില രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിൻ്റെ ദില്ലിയിലും നോയിഡയിലുമായി 15 പേരാണ് മരിച്ചത്. ദില്ലിയിൽ 5 പേരും നോയിഡയിൽ 10 പേരുടെയും മരണം റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ച് നിർജ്ജലീകരണവും അതുപോലെ തന്നെ ഹീറ്റ് സ്ട്രോക്കും കടുത്ത പനിയുമായിട്ട് ഒക്കെയാണ് വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, ഇനി വരും ദിവസങ്ങളിലും ഈ ഒരു ചൂട് ഇനി കൂടുതൽ കടുക്കുമെന്നുള്ള ഒരു വിവരമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ തന്നെയും അറിയിക്കുന്നത്. 12 വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 12 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും ഉയർന്ന താപനിലയാണ് ഈ ഒരു സമയത്ത് രേഖപ്പെടുത്തുന്നതെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി വരും ദിവസങ്ങളിലും ഈ ചൂട് കടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികളെയും പുറത്ത് ജോലി ചെയ്യുന്ന മറ്റു തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഈ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നതിൽ കൂടുതൽ പേരും 60 വയസ്സിന് മുകളിലുള്ളവരാണെന്നും ഡോക്ടർമാർ പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ദില്ലിയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കടുത്ത ചൂടിനൊപ്പം തന്നെ ജലക്ഷാമം വളരെ രൂക്ഷമാണ് എന്നുള്ളതാണ്. ഇത് ഈ സുപ്രീം കോടതി ഇടപെട്ടിട്ട് പോലും ഇത് കൃത്യമായ ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. ദിവസങ്ങളായി നീളുന്ന പ്രശ്നമാണ്. ഗുരുതരമായ സാഹചര്യത്തിലൂടെ ദില്ലി കടന്നു പോകുകയാണ്. സിബി ജോസഫ് വിവരങ്ങൾ നൽകിയത്.